നമസ്കാരം. കരുത്തന്മാരായ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കണക്കുകളിൽ LDF-നാണ് മുൻതൂക്കമെങ്കിലും പോരാട്ട വീര്യത്തിൽ UDF ഒട്ടും പിന്നിലല്ല. കെ സുധാകരൻ എന്ന കരുത്തനായ നേതാവ് ഇറങ്ങുമ്പോൾ തങ്ങളുടെ പാളയത്തിൽ നിന്ന് വോട്ട് ചോരുന്ന ചരിത്രമാണ് പലപ്പോഴും LDF-ന് തലവേദനയാകുന്നത്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായിട്ടുള്ള MV ജയരാജനെ കളത്തിലിറക്കിയതും അതുകൊണ്ട് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ജയരാജനിലൂടെ തങ്ങളുടെ മുഴുവൻ വോട്ടും ഒന്നൊഴിയാതെ അത് സമാഹരിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് LDF-ൻ്റെ പ്രതീക്ഷ എന്ന് പറയപ്പെടുന്നത്. 1977 മണ്ഡലം രൂപീകരിച്ചത് മുതൽ 12 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്കാണ് കണ്ണൂർ സാക്ഷ്യം വഹിച്ചത്. 9 തവണയും ജയിച്ചു കയറിയത് UDF സ്ഥാനാർത്ഥികൾ. 1999, 2004, 2014 വർഷങ്ങളിൽ മാത്രമാണ് ഇവിടെ CPM സ്ഥാനാർത്ഥികൾ ജയമറിഞ്ഞത്. 11 നിയമസഭാ മണ്ഡലങ്ങളാണ് കണ്ണൂർ ജില്ലയിലുള്ളത്. മട്ടന്നൂർ, തളിപ്പറമ്പ്, അഴീക്കോട്, കണ്ണൂർ, ഇരിക്കൂർ, പേരാവൂർ, ധർമ്മടം മണ്ഡലങ്ങളാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിനോടൊപ്പം ഉള്ളത്. ബാക്കിയുള്ള 4 തലശ്ശേരിയും കൂത്തുപറമ്പും വടകരയിലും കല്യാശ്ശേരിയും പയ്യന്നൂരും കാസർഗോഡും കൂടാതെ ഇവയെല്ലാം കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലാണ്. മട്ടന്നൂർ, ധർമ്മടം, തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലങ്ങൾ കാലങ്ങളായി LDF-ന് അനുകൂലമായിട്ടുള്ളൊരു മണ്ഡലമാണ്. ഇരിക്കൂറും പേരാവൂരും UDF-ന് പോവും. അതുപോലെ തന്നെ UDF-നെ എന്നും ചേർത്ത് നിർത്തിയ മണ്ഡലമായിരുന്നു കണ്ണൂർ എന്ന് പറഞ്ഞാൽ. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് എസ്സിലെ രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ ഇറക്കി LDF മണ്ഡലം സ്വന്തമാക്കി. LDF-ൽ CPM-ന് തന്നെ മണ്ഡലത്തിൽ മേൽക്കൈ നേടാനും കഴിഞ്ഞു. CPI, കോൺഗ്രസ് എസ്, കേരള കോൺഗ്രസ് മാണി വിഭാഗം, INL തുടങ്ങിയ കക്ഷികൾക്കും ചെറിയ തോതിലൊക്കെ വേരോട്ടമുള്ള ഒരു മണ്ഡലമാണ് കണ്ണൂർ. UDF-ൽ കോൺഗ്രസിനൊപ്പം പലയിടത്തും മുസ്ലിം ലീഗിന് ശക്തമായിട്ടുള്ള സ്വാധീനവുമുണ്ട്. എന്നാൽ മുൻ കോൺഗ്രസ്സുകാരനായിട്ടുള്ള NDA സ്ഥാനാർത്ഥി C. രഘുനാഥ് കോൺഗ്രസ് വോട്ടുകൾ ചോർത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് LDF. തങ്ങളുടെ കോട്ടകൾ ഭദ്രമാണ് എന്ന് തന്നെയാണ് LDF പറയുമ്പോഴും കോൺഗ്രസിന് ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ആശങ്കയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് കണ്ണൂരിലെ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള മാറ്റുരയ്ക്കപ്പെടുമ്പോൾ MV ജയരാജനും കെ സുധാകരനും പരസ്പരം നേർക്കുനേർ പോരാട്ടത്തിന് വേദിയാവുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ കരുത്തരായിട്ടുള്ള ഈ സ്ഥാനാർത്ഥികളിൽ നിന്ന് ആര് വിജയിക്കുമെന്നുള്ളത് അറിയണമെങ്കിൽ കാത്തിരിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ പലപ്പോഴും UDF-നെ വിജയിച്ചിട്ടുള്ള 13 ഇലക്ഷനുകളിൽ 9 തവണയും വിജയിച്ചിട്ടുള്ളത് UDF തന്നെയാണ്. അതുകൊണ്ട് തന്നെ UDF-നെ വിജയിപ്പിച്ചിട്ടുള്ള മണ്ഡലമാണ് കണ്ണൂർ എന്ന് പറയപ്പെടുന്നത്. പക്ഷേ കണ്ണൂരിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ ആദ്യം ഓർമ്മയിലേക്ക് എത്തപ്പെടുന്നത് ആ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ചെങ്കൊടികളുടെ നാട്, ചോരപ്പുഴ ഒഴുക്കുന്ന നാട്, രക്തസാക്ഷികളുടെ നാട്, ഇങ്ങനെ കണ്ണൂരിന് വലിയ വലിയ ഉദാഹരണങ്ങൾ നൽകാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു ജില്ല കൂടിയാണ് കണ്ണൂർ എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണൂർ ലോക്സഭാ മണ്ഡലം എപ്പോഴും UDF-ന് അനുകൂലമാകുന്ന സാഹചര്യം എന്തുകൊണ്ടുണ്ടാകുന്നു? LDF കോട്ടകൊത്തളങ്ങളുള്ള ഇടമാണ് കണ്ണൂരെങ്കിൽ കൂടിയും 13 തവണയിൽ 9 തവണയും UDF-നോടൊപ്പം ചേർന്ന് നിന്ന് മുന്നോട്ട് പോയ ഒരു മണ്ഡലമാണ് കണ്ണൂർ. അതുകൊണ്ട് തന്നെ ഇത്തവണയും കെ സുധാകരൻ അവിടെ നിന്ന് വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലും വലിയ പ്രതീക്ഷയിലുമാണ് UDF ഉള്ളത്. എന്നാൽ LDF-ൻ്റെ MV ജയരാജനായിരിക്കും ജയിക്കുക എന്നുള്ള അമിതമായിട്ടുള്ള ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ LDF.